സ്ലിപ്പായി നേരെ ട്രെയിനിന്റെ അടിയിൽ പോയിരുന്നു. അയ്യോ, കംഫർട്ടബിൾ ആണോ പറയാൻ? കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ട്രെയിൻ കാൽമക്കൂടെ കയറി കാല് ആംബ്യൂട്ടഡായി. ഇപ്പൊ രണ്ട് കാലം ഇപ്പൊ പ്രോസ്തെറ്റിക് വെച്ചിട്ടാണ് നടക്കണത്. ഇപ്പൊ ഞാൻ ഓക്കെ കിട്ടായില്ലേ. DJ Straw Hat Music. പണ്ടത്തെ അർജുൻ തന്നെ ഭയങ്കര ശബ്ദമാണ്. ആൾക്കാരായിട്ട് ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ തന്നെ ഫുള്ള് കളി ചിരി. എനിക്ക് ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രൈസ് ഉള്ള പരിപാടിയായിരുന്നു. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് എന്ന പാടത്ത് ബാറ്റ് എടുത്ത് കൊണ്ടു. അങ്ങനെ പിന്നെ SM കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ടീമിലുണ്ടായിരുന്നു. +2 പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ടീമിലുണ്ടായിരുന്നു. കുഞ്ഞെ പിള്ളേർക്ക് ഇപ്പൊ പുതിയ ഇറങ്ങിയ ഏത് പാട്ട് അറിയാം? ദെപ്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് സത്യ പാട്ട് നമ്മൾ പാടിനേക്കാൾ അടിപൊളിയായിട്ട് അവര് പാടും. നല്ല അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പരിപാടി കലക്കി എന്ന് പറയുമ്പോ ഒരു വിഷയമുണ്ട്. സത്യം. Club FM Utopia. ഇന്ന് നമ്മളിപ്പോ യൂത്തോപ്പിയയിൽ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ്. വളരെ കറേജിയസ് ആയിട്ടുള്ള, വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു DJ ആണ്. DJ അർജുൻ. അർജു എന്നാണോ ഡിജയില്? സ്ട്രോ ഹാറ്റ് മ്യൂസിക് എന്നാണ് പേര്. DJ സ്ട്രോ ഹാറ്റ് മ്യൂസിക് നമ്മുടെ കൂടെ ഉണ്ട് ക്ലബ് FM യൂത്തോപ്പിയയിൽ. വെൽക്കം ടു യൂത്തോപ്പിയ. താങ്ക് യു. Club FM Utopia. ശരി, അപ്പൊ അർജുൻ എന്നാണ് ശരിയായ പേര് കേട്ടോ. അപ്പൊ ആ പേര് നമ്മുടെ DJ പേരിനൊരു ശരിയായ പേരല്ല അല്ലെ? അർജുൻ എന്ന് പറഞ്ഞ വില്ലാളി വീരനാണ്. പക്ഷെ വില്ലാളി വീരൻ തന്നെയാണ്. അർജുൻ എവിടെയാ സ്ഥലം? എന്റെ സ്ഥലം അന്തിക്കാടാണ് വരുന്നത്. ഓക്കെ. യൂത്തോപ്പിയയില് ഈ കക്ഷിയെ പരിചയപ്പെടാനുള്ള ഒരു സെഗ്മെന്റ് തന്നെ ഉണ്ട്. ഷോ മി ദ പാസ്പോർട്ട് എന്നാണ് ആ സെഗ്മെന്റിന്റെ പേര്. ഷോ മി ദ പാസ്പോർട്ട്. ഞാൻ DJ പഠിക്കണത് ഞാൻ ഡിഗ്രിക്ക് SM കോളേജിൽ പഠിക്കുമ്പോഴാണ്. അതിന്റെ ഒരു വെക്കേഷന് 2 മാസം ഫോട്ടോഷി പോയി പഠിച്ചത്. പിന്നെ അത് ഡിഗ്രി ആയ കാരണം പിന്നെ തുടർന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി. വെറുതെ വീട്ടിലിരിക്കുമ്പോ വീട്ടുകാർ സെറ്റ് എടുത്ത് തന്നു. പിന്നെ അവിടെ നിന്നാണ് പിന്നെ പ്രോപ്പറായിട്ട് DJ സെറ്റായി തുടങ്ങിയത്. അങ്ങനെ കാര്യങ്ങള്. പിന്നെ ഇപ്പോ ഞാൻ ഇപ്പോ വീട്ടില് ഇരിക്കുന്നു. സ്വന്തമായിട്ട് ഒരു ഇവന്റ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ DJ കൊണ്ടു നടക്കുന്നുണ്ട്. എന്താണ് ഇവന്റിന്റെ പേര്? ഇവന്റിന്റെ പേര് ഓറ ഇവന്റ്സ് എന്നാണ് പേര്. ശരി, ഓക്കെ. എത്ര നാളായി ഓറ? അതിപ്പോ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 6-7 മാസമായിട്ടുണ്ട്. അടിപൊളി. എന്തായാലും ഒരു മാജിക്കൽ ഓറയുള്ള ആളാണ് കേട്ടോ നമ്മുടെ അർജുൻ. അപ്പം അർജുന്റെ കൂടെ ഒരു സന്തത സഹചാരി ഉണ്ട്, അതൊന്ന് കാണിക്കുവോ അർജുൻ? യെസ്, ഇതാണ് അർജുന്റെ കൂടെ ഉള്ള ഒരു സഹചാരി. ഇദ്ദേഹം കൂടെ കൂടിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 4 വർഷം ആറായി. അപ്പൊ നമ്മളാ ഒരു ആക്സിഡന്റ് എന്ന് വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു. പക്ഷെ അതൊരു ചെറിയ ആക്സിഡന്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് അല്ലെ? എന്താ സംഭവിച്ചേ? അതൊരു ട്രെയിൻ ആക്സിഡന്റ് ആയിരുന്നു ഒരു 4 കൊല്ലം മുമ്പ്. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോ തൃശ്ശൂരിന്ന് ട്രെയിൻ കയറുമ്പോ സ്ലിപ്പായി നേരെ ട്രെയിനിന്റെ അടിയിൽ പോയിരുന്നു. അയ്യോ, കംഫർട്ടബിൾ ആണോ പറയാൻ? കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ചിരിച്ചോണ്ട് മറുപടി അതിൽ നിന്നും പുറത്തു വന്നു അല്ലേ? അങ്ങനെ ട്രെയിനിന്റെ അടിയിൽ പോയി. നേരെ ട്രെയിൻ കാൽമക്കൂടെ കയറി കാല് ആംബ്യൂട്ടഡായി. ഇപ്പൊ രണ്ട് കാലം ഇപ്പൊ പ്രോസ്തെറ്റിക് വെച്ചിട്ടാണ് നടക്കണത്. ഇപ്പൊ ഞാൻ ഓക്കെയാണ്. ഓക്കെയാണ്, ഡബിൾ ഓക്കെയാണ്, ട്രിപ്പിൾ ഓക്കെയാണ്. അതാണ് DJ ഒക്കെ ചെയ്ത് എല്ലാരും ഇങ്ങനെ ത്രസിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പം അത് കഴിഞ്ഞ് എത്ര നാളെടുത്തു ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട്? ആഫ്റ്റർ ദി ആക്സിഡന്റ് 6-7 മാസം കഴിയുമ്പോഴേക്കും പ്രോസ്തെറ്റിക് വെച്ചിട്ട് ഞാൻ നടന്നു തുടങ്ങി. പിന്നെ വീട്ടുകാരും കൂട്ടുകാരും എല്ലാ കാര്യത്തിനായാലും കൂടിയുള്ള കാരണം പിന്നെ എനിക്ക് വിഷമം എന്ന് പറഞ്ഞൊരു സംഭവം അങ്ങനെ വരലുണ്ടായിരുന്നില്ല. പിന്നെ DJയും കൂടിയും സെറ്റായി തുടങ്ങിയപ്പോ ലൈഫില് കാശ് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഇപ്പൊ പിന്നെ വേറെ എന്ത് വേണം? അല്ല, മ്യൂസിക് കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സന്തോഷം ഓട്ടോമാറ്റിക് ആയിട്ട്. പരിപാടി ഉണ്ട്, ആൾക്കാർ അവിടെ സന്തോഷിച്ച് തുള്ളാണ്. അപ്പൊ അതിന് വലിയ സന്തോഷം നമുക്ക് വേറെ കിട്ടാനില്ലേ? ഓക്കെ. അങ്ങനെ അടിച്ചു പൊളിക്കാണ് ഇപ്പൊ അർജുൻ. അപ്പൊ ഷോ മി ദ പാസ്പോർട്ടില് അർജുന്റെ ഓൾമോസ്റ്റ് എന്താ പറയാ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. എനിവേ, വെൽക്കം ടു യൂത്തോപ്പിയ. താങ്ക് യു. മൈ ലൈഫ് മൈ റൂൾസ്. ഇപ്പൊ എനിക്ക് 24 വയസ്സിൽ സാമാന്യം വലിയൊരു ജേർണി കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. വയസ്സ് ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് നടക്കുന്ന ദൂരം അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ വളരെ വളരെ വലുതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ലൈഫ് കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടാവും, പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. അതൊക്കെ പറയാൻ പറ്റിയ ഒരു സെഗ്മെന്റ് ആണ് മൈ ലൈഫ് ആൻഡ് മൈ റൂൾസ്. എന്താണ് അർജുന്റെ ലൈഫ്, അർജുന്റെ റൂൾസ്? എനിക്ക് അങ്ങനെ പറയാപ്പൊന്നുമില്ല. എനിക്കിപ്പോ ചില ആൾക്കാർക്ക് ഇപ്പൊ ഇങ്ങനെ പറ്റി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാണ്ട് വീട്ടിലുള്ള ആൾക്കാരെന്ത് വിചാരിക്കുന്നു പറഞ്ഞിട്ട് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണ
മടിയായിട്ടിരിക്കുന്ന അവിടെ ആൾക്കാരുണ്ടാവും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കിപ്പോ പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും ഞാനിങ്ങനെ ഒരു വ്യക്തിയാണെന്ന് മനസ്സിൽ വിചാരിച്ചില്ല. ഞാൻ പ്രോപ്പറായിട്ട് സാധാ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് അതെ അതുപോലെയാണ് ഞാൻ ക്രൗഡിന്റെ ഇടയ്ക്കായാലും ആരുടെ ഇടയ്ക്കായാലും പോവുക. അപ്പൊ അവരെന്ത് വിചാരിക്കും എന്നുള്ളത് എന്നെ കൺസിഡർ ചെയ്യാനല്ല, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് എന്നെ കൺസിഡർ ചെയ്യുന്ന കാര്യം. ഞാനെല്ലാതും പ്രോപ്പറായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഓരോ ഡേ ബൈ ഡേ ആയിട്ട് നോക്കുന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ 4 കൊല്ലത്തിന് മുമ്പുണ്ടായ അർജുവും അതിനുശേഷമുള്ള അർജുവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എന്താ തോന്നിയിട്ടുള്ളത്? ഇപ്പോഴത്തെ അർജുൻ കുറച്ചും കൂടെ മെന്റലി സ്ട്രോങ് ആണ് അല്ലേ? അതെ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ അർജുൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ് ആൾക്കാരായിട്ട്. ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരും, അങ്ങനെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തെ തന്നെ ഫുള്ള് കളി ചിരി ഭയങ്കര കാമാണ്. എന്ത് പറഞ്ഞാലും അത് പിന്നെ അതെന്തായാലും നമുക്ക് നോക്കാം. അത് ഇനിയുള്ള കാര്യം നാളെ നോക്കാം. ഇതൊക്കെ ഇത്ര വലിയ സംഭവങ്ങളാണോ? ഇതിനും വലിയ സംഭവം ലൈഫിൽ അനുഭവിച്ചു കഴിഞ്ഞതാണ്. പലതും ഒന്നും അല്ലാതെ ഫീൽ ചെയ്ത് തുടങ്ങി അല്ലേ? അത് ശരി. ഓക്കെ. അപ്പൊ ആ ഒരു കാംനെസ് അത് കാണാനുണ്ട്. പറഞ്ഞ പോലെ അർജുൻ നടന്ന വഴികൾ എന്ന് പറഞ്ഞാൽ അത്രയും ടഫായിരുന്നു. പക്ഷെ ഈസ് എ വെരി കൂൾ ആൻഡ് ഹാപ്പി ഗൈ. അപ്പം ആ ഹാപ്പിനെസ് ആണ് ഡിജെയിങ്ങിലൂടെ അർജുൻ കൊടുത്തോണ്ടിരിക്കുന്നത്, റൈറ്റ്? ഓക്കെ. ഇനി ഈ ഡിജെയിങ്ങിലേക്ക് വരാം. അർജുൻ ഇപ്പം ഡിജെയിങ് പഠിച്ചത് ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഒരു കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും എന്തൊക്കെയാ പാഷൻ? എനിക്ക് ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ക്രേസ് ഉള്ള പരിപാടിയായിരുന്നു. ചെറുപ്പം മുതലേ ക്രിക്കറ്റ് എന്ന പാടത്തേക്ക് ബാറ്റ് എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ പിന്നെ SM കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ടീമിലുണ്ടായിരുന്നു. +2 പഠിക്കുമ്പോഴായിരുന്നു ഞാൻ ടീമിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ആക്സിഡന്റ് പറ്റിയ പിന്നെ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പൊ അതൊരു വലിയൊരു വിഷമാണ്. അതായിരുന്നു കൂടുതൽ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ DJ ഇപ്പൊ ഒരു DJ കൊണ്ട് നടക്കുന്നു. അതൊക്കെയാണ്. എനിക്ക് കൂടുതലും ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് എപ്പോഴും ഇപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം വേറെ സ്ഥലത്തായിരിക്കണം എനിക്ക് വർക്ക്. എനിക്ക് ഇങ്ങനെ ഫുൾ എക്സ്പ്ലോർ ചെയ്യണം, സ്ഥലങ്ങൾ കാണണം, പുതിയ ക്രൗഡിനെ അപ്പം പൊതുവെ എങ്ങനെയാ എന്താ പറയാ, ഇപ്പൊ ക്രൗഡിന്റെ ഇടയിലേക്ക് ഇറങ്ങണു, അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എപ്പോഴും മ്യൂസിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളാ. എന്താണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ടേസ്റ്റും പിന്നെ ഡിജെയിങ്ങിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട്. ഇപ്പൊ പല ടൈപ്പ് പരിപാടികൾ നമുക്ക് കിട്ടുന്നുണ്ട്. കോളേജ് പരിപാടി നമുക്കൊന്നും നോക്കണ്ട, അവിടെ ഏത് പാട്ടിട്ടാലും അവരോടാ പിള്ളേര്. കൂടുതൽ ഇപ്പൊ റാപ്പ് സോങ്സ് ഒക്കെയാണല്ലോ ഇപ്പൊ കത്തിക്കണത്. അപ്പൊ അതിന്റേതായ രീതിയിലും പോവും. പിന്നെ ഇപ്പൊ EDMs അങ്ങനത്തെ കുറച്ച്. പക്ഷെ കല്യാണ പരിപാടി പോകുമ്പോ നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെ പല ടൈപ്പ് ഓഡിയൻസ് ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫറൻസ് ഉള്ള. അപ്പൊ അവർക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റിയ പല വെറൈറ്റി ഉള്ള ട്രാക്കുകൾ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ പണ്ടത്തെ ലാലേട്ടന്റെ പാട്ടെടുക്കണം, മമ്മൂക്കയുടെ പാട്ടെടുക്കണം. പണ്ടത്തെയും പുതിയതും മിഡിലൊക്കെ വെച്ചിട്ട് ഒരു ക്ലാഷ് നടത്തിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകളുണ്ട്, അങ്ങനത്തെ പാട്ടുകളൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുക്കും. അത് ശരി. തീരെ കുഞ്ഞ് പൊടിപ്പിള്ളേരും എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഒരേ ടേസ്റ്റ് ആണ്. അതെ, പൊടിപ്പിള്ളേര് കുഞ്ഞെ പിള്ളേർക്ക് ഇപ്പൊ പുതിയ ഇറങ്ങി ഏത് പാട്ടറിയാം. ഡെപ്സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് സത്യ പാട്ട് നമ്മൾ പാടിനേക്കാൾ അടിപൊളിയായിട്ട് അവര് പാടും. ഓക്കെ. അപ്പൊ അത് ഒരേ വൈബാണ്. അത് ശരി. ഈ വൈബിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് മ്യൂസിക്കുമായിട്ട് നിൽക്കുമ്പോൾ ഇതേ വൈബിലുള്ള ആൾക്കാരായിട്ട് ഇപ്പൊ നമ്മളൊരു പാത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതേ വൈബിലുള്ള ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. ആൾക്കാരെ കാണാൻ പറ്റി. പക്ഷെ നമ്മുടെ മെന്റാലിറ്റിയിലുള്ള ആൾക്കാർ കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കൂട്ടുകാരെ എല്ലാ കാര്യത്തിനും എന്റെ എല്ലാ പരിപാടിക്കും എന്റെ ഒപ്പം കൂട്ടുകാർ വരും. ഞാൻ ഒറ്റയ്ക്ക് ഒരു പരിപാടിക്ക് ഞാൻ പോകാറില്ലേ. കാരണം എനിക്ക് മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമാണ്. അപ്പൊ എന്തായാലും ഒരാൾ എന്റെ ഒപ്പം വേണം കാര്യങ്ങൾ ചെയ്യാനൊക്കെ. പിന്നെ എനിക്ക് ഒപ്പം തന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ വാട്ടർ ഡ്രംസ് ഞാൻ ഫ്യൂഷനായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചെണ്ടക്കാര് ഫ്യൂഷനായിട്ട്. ഇപ്പൊ ചെണ്ടക്കാരന്റെ പിള്ളേരൊക്കെ സെയിം വൈബാ. അവര് ക്രൗഡിനെയും വാറാക്കും, നമ്മളും കൂടെ വാറാക്കിയിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അതുപോലെ നല്ല മെമ്പേഴ്സിനും കിട്ടാറുണ്ട്, ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്ന മെമ്പേഴ്സിനും എനിക്ക് കിട്ടാറുണ്ട്. അപ്പൊ ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോ പിന്നെ നമ്മൾ വിളിക്കില്ല. നല്ല എക്സ്പീരിയൻസ് ആയിട്ട് നമ്മൾ പാഠം കിട്ടുമല്ലോ അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇപ്പൊ ഈ ഡിജെയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ DJ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഡാൻസിങ് അല്ലെങ്കിൽ ഒരു തുള്ളൽ അല്ലെങ്കിൽ ആ ഒരു ഓളം എന്നൊക്കെയാണ്. ആക്ച്വലി DJ ഡാൻസ് എങ്ങനെയാ ചെയ്യോ? എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പോ DJ എന്ന് പറയുന്നത് തന്നെ നമുക്ക് അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക, അതിന് വേണ്ടിയിട്ടാണ് DJ. അല്ലാണ്ട് ഒരാളും കസാരയിട്ട് മുമ്പിൽ ഇങ്ങനെ നാടകം കാണുന്ന പോലെ ഇരിക്കാൻ പറ്റില്ല DJക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റൊരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മാക്സിമം വരും. ആ 1.5 മണിക്കൂർ അവര് ഫുൾ അവര് എൻജോയ്മെന്റ് ആയിരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ശരിക്കും ഇത് കഴിയുമ്പോ എല്ലാവരും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന മനസ്സിനുള്ള ഭയങ്കര സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പരിപാടി കലക്കി എന്ന് പറയുമ്പോ ഒരു വിഷയമുണ്ട്, ഒരു പ്രത്യേക ഫീലുണ്ട്. സത്യം. അത് ശരിക്കും നമ്മളെ കുറെ മുന്നോട്ട് പോകാനുള്ള ഒരു ഭയങ്കര എനർജിയാണ്. അടുത്ത പരിപാടി ഇതിനേക്കാൾ അടിപൊളിയാക്കണം. അതാണ് പിന്നെ മനസ്സിൽ. ഓക്കെ. എത്ര സ്റ്റേജുകൾ അല്ലെങ്കിൽ എത്ര ഇവന്റ്സ് ചെയ്തു ഏകദേശം?
DJ ആയിട്ടാണോ? ആ DJ ആയിട്ട് ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കയ്യിലെണ്ണാൻ പോലും പറ്റില്ല, അത് പറയാൻ ശരി, പറ്റില്ല. അടിപൊളി. പരിപാടികളുണ്ട്. ആഹാ. ഓക്കെ, എന്നാലും ഒരു മെമ്മറബിൾ പ്രോഗ്രാം ഉണ്ടാവില്ലേ? മെമ്മറബിൾ ഇപ്രാവശ്യം ഈ അടുത്ത അലോഷ്യസിൽ ഒരു പരിപാടി ചെയ്തു. അലോഷ്യസിലെ പരിപാടി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ കണ്ടശാങ്കട ഭാഗത്ത് ഭാരതി എന്ന് പറഞ്ഞൊരു ക്ലബ് ഉണ്ട്, പിന്നെ മിഡ്ലാൻഡ് ക്ലബ് ഉണ്ട്. അവിടെ രണ്ടിടത്തും ചെയ്ത പരിപാടി. അവിടെ ഒരു വിളക്കിന്റെ പരിപാടിയായിരുന്നു. അപ്പൊ ഓപ്പൺ എയർലൈൻ പരിപാടി അടിപൊളി. ഫുള്ള് റോട്ടില് ഫുള്ള് ആൾക്കാര്, സ്റ്റേജിൽ ഫുള്ള് ആൾക്കാര്, സൈഡിൽ കൂടെ കോപ്സിന് പോകാൻ പോലും സ്ഥലമില്ല. അതുപോലെ തിക്കും തിരക്കായിട്ട് അവർ ഫുള്ള് എൻജോയ്മെന്റ് ആയിരുന്നു. ശരി, ഓക്കെ. അപ്പൊ ശരിക്കും ഇതിലിപ്പോ പാട്ടുകൾ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു റിഥം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോ അടുത്തത് നമ്മുടെ മൈ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. അർജുന്റെ പാട്ടിനോടുള്ള ഇഷ്ടങ്ങൾ ഏതൊക്കെ, അർജുൻ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിൽ കേൾക്കുന്ന പാട്ടുകൾ. ഒപ്പം നമുക്കൊരു 3 പാട്ട് പറഞ്ഞു തന്നാൽ അർജുന്റെ ആയിട്ട് നമ്മൾ പ്ലേ ചെയ്യും. എന്താണ് 3 പാട്ടുകൾ ഇപ്പൊ പറയണം? യെസ്, അർജുന്റെ മ്യൂസിക് ഇഷ്ടങ്ങൾ. പിന്നെ ഞാൻ ചോദിക്കാം, പാട്ടിലേക്ക് വരാം. എന്തായാലും മൈ പ്ലേലിസ്റ്റ് ആണ് അർജുന്റെ. DJ സ്ട്രോ ഹാറ്റ് മ്യൂസിക്കിന്റെ ഇഷ്ടങ്ങളാണ്, മ്യൂസിക്കിലെ ഇഷ്ടങ്ങളാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത് ത്രൂ മൈ പ്ലേലിസ്റ്റ്. നമുക്ക് വേടന്റെ എനിക്ക് കുതന്ത്രഷ്ണാണ്. അതുപോലെ തന്നെ ലാവിത എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ലാവിത കുതന്ത്രം. പിന്നെ ഇപ്പൊ ഇറങ്ങി മനസ്സിലായോ, അതാണ് ഇപ്പോ എനിക്ക് കൂടുതൽ ഞാൻ അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പാട്ടുകൾ ലൂപ്പില് അല്ലേ? ഓക്കെ. അപ്പം പൊതുവെ ഇങ്ങനെ അപ്ബീറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ പാട്ടുകൾ തന്നെയാണോ ഇഷ്ടം പേഴ്സണലി? അത് ശരി. അപ്പൊ പ്ലേലിസ്റ്റിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നു അങ്ങനെ തന്നെയാണ്? കൂടുതല് റാപ്പ് സോങ്സ് ഒക്കെ ആയിരിക്കും വേടന്റെ. മെലഡീസ് ഒന്നും കേൾക്കൂല? മെലഡീസ് കേൾക്കൽ കുറവാണ്. അത് നമ്മുടെ എനർജിക്ക് അത് പോരാന്നല്ലേ? അതെ, എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വൈബിനനുസരിച്ച് ഞാൻ പാട്ടുകൾ കേൾക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ കാലാവസ്ഥ മാറി നല്ല മഴ കാര്യങ്ങള് ഒരു ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കാറോടിച്ച് പോവാന്ന് വെച്ചാൽ നല്ല മെലഡി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഏതാ കേൾക്കാൻ? ഇപ്പൊ രാവിലെ ആ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മനോഗതം ഭവാൻ ആ പാട്ടില്ലേ, അത് നൈസാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അർജുന്റെ സംഗീതത്തിലുള്ള ഇഷ്ടങ്ങൾ. എങ്ങനെയാ സംഗീതം കിട്ടിയത്? വീട്ടില് പാടുക അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇപ്പൊ ചെറുപ്പത്തിലെ കാറ്ററിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. അവിടെ ഒരു DJs ഒന്ന് പെർഫോം ചെയ്ത് എനിക്കൊരു ക്രൈസ് വന്നു, ഇതുപോലെ എനിക്ക് പ്ലേ ചെയ്യേണ്ടതുള്ളത് DJ പഠിക്കാൻ എന്നുള്ളതായി. ഞാൻ അങ്ങനെ ആളോട് ചോദിച്ചപ്പോ എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ ആള് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പിന്നാലെ ഇറങ്ങാൻ പോയില്ല. നേരെ ഞാൻ കോഴ്സ് തപ്പി, കോഴ്സ് എടുക്കാൻ നേരെ ഫോട്ടോ വെച്ച് പോയി, അങ്ങനെ പഠിച്ചു. ഒരു ബേസ് കിട്ടി അവിടുന്ന്. ബേസ് കിട്ടി പിന്നെ കുറച്ച് കാലത്തേക്ക് ഞാൻ അത് ചെയ്തില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ സാധനം നമുക്ക് പ്ലെയർ എനിക്ക് വീട്ടുകാരെ എടുത്താൽ സ്വന്തമായിട്ട് ചെയ്ത ബേസ് ഉണ്ടല്ലോ, പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഓരോ പരിപാടികൾ കിട്ടുമ്പോഴും ഞാൻ ഓരോ പരിപാടിയിൽ ഓരോന്ന് പഠിച്ചു തുടങ്ങി. അങ്ങനെ അങ്ങനെ സെറ്റ് ആയി വന്നു. ഒരു 2 പാഠങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ പഠിച്ചത്? 2 പാഠങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തെ പരിപാടിക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് പാട്ടുകൾ ആദ്യം നമ്മൾ ക്രൗഡിനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. തുടക്കത്തെ പരിപാടിക്ക് നമ്മൾ ആദ്യത്തെ പരിപാടിയാണ്, ക്രൗഡ് എങ്ങനത്തെ ക്രൗഡാവുന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ എനിക്ക് അങ്ങനെ അറിയില്ല. പിന്നെ ഓരോ 2-3 പരിപാടി വരുമ്പോ ഇതാണ് ക്രൗഡിന് വേണ്ടതെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പൊ ആ ക്രൗഡിനനുസരിച്ചുള്ള പാട്ടുകൾ ഞാൻ സെറ്റ് ചെയ്ത് തുടങ്ങി. ഇങ്ങനെ കുറച്ച് പ്ലേലിസ്റ്റുകൾ, ഇന്ന പ്ലേലിസ്റ്റ് കുറച്ച് BPM കൂടിയ പ്ലേലിസ്റ്റ്, കൂടുതൽ സ്പീഡുള്ള ട്രാക്കുകളുടെ പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഓരോ ക്രൗഡിനനുസരിച്ച് ഞാൻ ആ പ്ലേലിസ്റ്റിൽ നിന്ന് പാട്ടുകൾ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ ആളുകളെ അറിയാന്നുള്ളതാണ് മെയിൻ ആയിട്ടും. ക്രൗഡിനെ പഠിക്കണം നമ്മള്. അവിടെ ക്രൗഡിനെ പഠിച്ചിട്ട് എത്ര യൂത്ത് ആണ് കൂടുതൽ, അത് ഏജ്ഡ് ആയവരാണ് കൂടുതൽ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മള് പ്ലേലിസ്റ്റ് ചെയ്യുന്ന ട്രാക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഭയങ്കര ഒബ്സർവേഷൻ വേണല്ലോ അല്ലേ? അവിടെ നിന്നിട്ട് ഒന്ന് നോക്കും ചുറ്റും അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം ഈ DJ പരിപാടി എന്ന് പറഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ക്രൗഡിനെ ആവേശത്തിൽ ആഴ്ത്തുക എന്നുള്ളതാ. ഈ ആവേശം ഒരു പരിധി കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് പുഷ്പ 2 റിലീസ് വന്ന സമയത്ത് കണ്ടു പല സ്ഥലങ്ങളിലും ആവേശം അതിര് കടക്കുക എന്നൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആവേശം അതിര് കടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല, താങ്ക്ഫുള്ളി അങ്ങനെ ഇല്ല. സമാധാനം എന്താ അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കുള്ളത് ജനറേഷൻ ഗ്യാപ്പ് എന്നാണ് അതിന്റെ പേര്. ഫീൽ ചെയ്യാറുണ്ടോ ജനറേഷൻ ഗ്യാപ്പോ? ഫീൽ ചെയ്യാറുണ്ടോ എങ്ങനെ തോന്നാറൊന്നുമില്ല. അതായത് ഒരേ വൈബുള്ള ആൾക്കാരായിട്ട് നിക്കണ ആരുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യാത്തത്? ആണ്. ശരി. അപ്പൊ എന്തായാലും 2 കൈൻഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ പിന്നാലെ വരുന്ന ആൾക്കാരുണ്ടാവും, നമ്മുടെ മുന്നിൽ പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നാലെ വരുന്ന ആൾക്കാരായിട്ട് എങ്ങനെയാ, ഗ്യാപ്പാണോ അല്ല അവരായിട്ട് ഒരേ വൈബാണോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നാണോ? എന്താ തോന്നിയിട്ടുള്ളത്? നമ്മളെക്കാളും ചെറുപ്പക്കാരാണോ? അതെ, എന്നെക്കാളും ചെറുപ്പക്കാരൊക്കെ എന്താ, അവരിപ്പോ ചെറുപ്പാന്നറിയാം, അവർക്ക് ഇത്ര ബുദ്ധിയുള്ളൂന്നറിയാം, ഇത്ര വയസ്സാകുമ്പോ അവർക്ക് കുറച്ചും കൂടി മെച്ചുവേർഡ് ആവുന്നറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കും, അവര് നമ്മളെ മനസ്സിലാക്കും.
നമ്മൾ പറയുന്നതൊക്കെ പറഞ്ഞെടുക്കും, അത്രേ ഉള്ളൂ. ഓക്കെ. വൈബുകൾ എപ്പോഴും സെയിം ആണ് അവര് തമ്മിലുള്ളത്. പിന്നെയും ഓവറേജഡ് ആകുമ്പോഴാണ് നമ്മൾ അവര് പറയുന്ന കേൾക്കണം, അവർക്ക് കുറച്ച് റെസ്പെക്ട് കൊടുക്കണം. അതാണ്. ഓക്കെ. അല്ല, ഇപ്പം അർജു പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിള്ളേർക്ക് മനസ്സിലാവാത്ത, ചെറു പിള്ളേർക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ ഏജ്ഡ് ആയിരിക്കാൻ മനസ്സിലാവാത്തത്. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ജനറേഷൻ ഗ്യാപ്പ് പൊതുവെ എന്റെ വീട്ടുകാര് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, വീട്ടുകാരെ നമുക്ക് മാറ്റി നിർത്താം. എനിക്ക് തോന്നുന്നു വീട്ടുകാര് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നന്നായിട്ട് അർജുനെ മനസ്സിലാക്കുന്ന വീട്ടുകാരാന്നാണ് ഇപ്പൊ എനിക്ക് പിടികിട്ടിയത്. ആരെങ്കിലും വീട്ടില്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയനുണ്ട്, അച്ഛമ്മയുണ്ട്, പിന്നെ ഒരു സിംബ, എന്റെ നായ്ക്കുട്ടി. സിംബ. ഓക്കെ. സിംബ എങ്ങനെയാ ഡിജെയിങ് ഒക്കെ ആസ്വദിക്കോ? പിന്നെ സിംബ ഫുള്ള് സെറ്റ് അല്ലേ. അതെയോ? അത് ശരി. ഓക്കെ. എന്നോട് അതുപോലെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും എന്നോട് ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പകുതി പേരും പറഞ്ഞത് മോൻ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ, മോൻ നന്നായി വരും, മോൻ ഇനിയും അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം, ഇതുപോലെ തന്നെ പറഞ്ഞല്ലോ. അല്ലാണ്ട് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു, നീ ഇങ്ങനെയാവണം എന്ന് ഒരിക്കലും എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ വളരെ ഇൻസ്പയറിംഗ് ആണ് അർജുൻ ശരിക്കും പറഞ്ഞാൽ, അവർക്ക് കൂടിയിട്ട്. അതായിരിക്കാം. എനിവേ, അർജുന്റെ അടുത്ത് നിന്ന് കുറെ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട് എന്ന് അപ്പൊ മനസ്സിലായി. എന്തൊക്കെയാ ഇനി ഡ്രീം എന്ന് പറയുന്നത്? ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന അടിപൊളി ഒരു സെലിബ്രേറ്റ് DJ ആർട്ടിസ്റ്റായി മാറണം, വലിയ വലിയ സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യണം, പുറമെ പോയിട്ട് പ്ലേ ചെയ്യണം, അങ്ങനെ. നല്ല ആണ് ആണ് അതാണ്. ഓക്കെ. അപ്പം ഇനി ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഒരു അപകടം നമുക്ക് ഉണ്ടായത്. എന്തെങ്കിലും അത് റിഗാർഡ് ചെയ്ത് പറയണം എന്ന് തോന്നുന്നുണ്ടോ? റെയിൽവേനെ പറ്റി പറയാച്ച് കൊറേ പറയാനില്ലേ, എന്തൊക്കെ അവര് നന്നാക്കാണ്ട്. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് ആക്സിഡന്റ് പറ്റാൻ കാരണം, ഇപ്പൊ ഞാൻ വീണാ തന്നെ ഞാൻ ഒരിക്കലും അടിയിൽ പോകേണ്ട അവസ്ഥ വരരുത്. കാരണം ആ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനിടയ്ക്കും നല്ല ഗ്യാപ്പുള്ള കാരണമാണ് ഞാൻ അടിയിൽ പോയതും ട്രെയിൻ എന്റെ മേത്ത് കൂടെ കയറുന്നതും. ആ ഒരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോമിലുള്ളൂ, എനിക്ക് ഇതുപോലെ ഒന്നും പറ്റില്ല. അപ്പോൾ ഗ്യാപ്പ് അതാണ് അവര് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ആൾക്കാര് മെയിൻ ആയിട്ട് ഇപ്പൊ കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും ആ ഗ്യാപ്പിൽ കൂടെ അടിക്ക് വീഴാൻ പാടില്ല. ഓക്കെ. അർജുന്റെ വാക്കുകൾ എത്തേണ്ട അടുത്ത് എത്തട്ടെ, അതിനുള്ള മാറ്റങ്ങൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എനിവേ, ഭയങ്കര സന്തോഷം അർജുനെ പരിചയപ്പെട്ടതിൽ. ഇനി ഒരുപാട് ദൂരങ്ങൾ മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് വഴികൾ വേറെയും ഉണ്ടാവും അർജുന് കടന്നു പോകേണ്ടതായിട്ട്. എല്ലായിടത്തും ഏറ്റവും ഹാപ്പി ആയിട്ട് പോകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ടൺ കണക്കിന് ഫൺ.